കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസിൽ ഇഡി കുറ്റപത്രം സമർപ്പിച്ചു. സിപിഎം മുൻ ജില്ലാ സെക്രട്ടറിമാരായ എം വർഗീസ്, AC മൊയ്തീൻ, കെ രാധാകൃഷ്ണൻ MP എന്നിവരും പ്രതികൾ. അനീതി നിറഞ്ഞതും രാഷ്ട്രീയ പ്രേരിതവുമായ കുറ്റപത്രമാണ് ഇഡി കോടതിയിൽ സമർപ്പിച്ചതെന്ന് CPM ജില്ലാ സെക്രട്ടറി KV അബ്ദുൾ ഖാദർ. ജില്ലയിൽ മഴയിൽ പരക്കെ നാശം. തൃശൂർ ഗുരുവായൂർ പാതയിൽ റെയിൽവേ ട്രാക്കിൽ വൈദ്യുതി ലൈനിലേക്ക് മരം വീണു. ഇരിങ്ങാലക്കുടയിൽ വീടിന് മുകളിലേക്ക് മരം വീണ് 2 പേർക്ക് പരിക്ക്. തൃശൂർ നഗരത്തിൽ കാലപ്പഴക്കം ചെന്ന കെട്ടിടം ഇടിഞ്ഞു വീണു. ചാവക്കാട് തുടർച്ചയായ 2ാം ദിവസവും കടൽക്ഷോഭം രൂക്ഷം. ജില്ലയിൽ വീണ്ടും ചുഴലി. മാളയെയും ചാലക്കുടിയെയും വിറപ്പിച്ചാണ് ചുഴലിക്കാറ്റ് ആഞ്ഞു വീശിയത്. ശക്തമായ വെള്ളപ്പാച്ചിലിൽ കിഴുപ്പുള്ളിക്കരയിലെ മുനയം ബണ്ട് തകർന്നു. താന്യം കല്ലങ്കരമാട് പ്രദേശത്ത് തീരമിടിയുന്നു. 8 കുടുംബങ്ങൾ ഭീതിയിൽ. കോർപ്പറേഷൻ പരിധിയിലെ തോടുകളുടെയും കാനകളുടെയും ശുചീകരണം പാളി. വെള്ളക്കെട്ട് നേരിടുന്ന പ്രദേശങ്ങളിലെ കോൺഗ്രസ് കൌൺസിലർമാർ കുളവാഴകളും ചണ്ടിയും ചുമന്ന് മേയറുടെ ചേംബറിലേക്ക് മാർച്ച് നടത്തി. ദേശീയപാതയിലെ ഗതാഗതക്കുരുക്ക് പരിഹരിക്കാത്തതിൽ പ്രതിഷേധിച്ച് AIYF സമരരംഗത്ത്. കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിയുടെ ക്യാമ്പ് ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിനു നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. നമസ്കാരം. വാർത്തകൾ വിശദമായി. കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസിൽ ഇഡി കുറ്റപത്രം സമർപ്പിച്ചു. എറണാകുളം കലൂർ PM MLA കോടതിയിലാണ് കുറ്റപത്രം സമർപ്പിച്ചത്. CPM മുൻ ജില്ലാ സെക്രട്ടറിമാരെ ഇഡി പ്രതികളാക്കിയിട്ടുണ്ട്. പാർട്ടിയെയും പ്രതിപ്പട്ടികയിൽ ഉൾപ്പെടുത്തി. M വർഗീസ്, AC മൊയ്തീൻ, കെ രാധാകൃഷ്ണൻ MP തുടങ്ങിയവരെയും കേസിൽ പ്രതികളാക്കി. CPM ഇരിങ്ങാലക്കുട ഏരിയ സെക്രട്ടറിയായിരുന്ന KC പ്രേമരാജനും പ്രതിയാണ്. വടക്കാഞ്ചേരി നഗരസഭയിലെ CPM കൌൺസിലർ മധു അമ്പലപുരമാണ് കേസിലെ 1ാം പ്രതി. CPM പൊറത്തിശ്ശേരി നോർത്ത് ലോക്കൽ സെക്രട്ടറി AR പീതാംബരൻ, സൗത്ത് ലോക്കൽ സെക്രട്ടറി MB രാജു എന്നിവരാണ് രാഷ്ട്രീയ പ്രവർത്തകരായ മറ്റു പ്രതികൾ. അന്തിമ കുറ്റപത്രത്തിൽ പുതുതായി 27 പ്രതികൾ കൂടിയുണ്ട്. ഇതോടെ കേസിൽ ആകെ പ്രതികൾ 83ആയി. തട്ടിപ്പ് നടത്തിയത് വഴി പ്രതികൾ സമ്പാദിച്ചത് 180 കോടിയെന്നാണ് കുറ്റപത്രത്തിൽ പറയുന്നത്. പ്രതികളുടെ സ്വത്തുക്കളിൽ നിന്നും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് 128 കോടി കണ്ടുകെട്ടിയിരുന്നു. TCV ന്യൂസ്, തൃശൂർ. അനീതി നിറഞ്ഞതും രാഷ്ട്രീയ പ്രേരിതവുമായ കുറ്റപത്രമാണ് കരുവന്നൂർ കേസിൽ ഇഡി കോടതിയിൽ സമർപ്പിച്ചിട്ടുള്ളതെന്ന് CPM ജില്ലാ സെക്രട്ടറി KV അബ്ദുൾ ഖാദർ. ഇതിനെ നിയമപരമായും രാഷ്ട്രീയമായും നേരിടുമെന്നും KV അബ്ദുൾ ഖാദർ പറഞ്ഞു. കേന്ദ്ര ഭരണകക്ഷിയുടെ താൽപര്യങ്ങൾ മുൻനിർത്തി രാഷ്ട്രീയ എതിരാളികളെ വേട്ടയാടുന്നതിന്റെ ഭാഗമായാണ് കുറ്റപത്രത്തിൽ മുൻ ജില്ലാ സെക്രട്ടറിമാരെ ഉൾപ്പെടുത്തിയത്. കൊച്ചിയിലെ ഇഡി ഉദ്യോഗസ്ഥർ കൈക്കൂലിക്കേസിൽ പെട്ട സമയത്ത് വാർത്തകൾ വഴിതിരിച്ചുവിടാനുള്ള ആസൂത്രിത ശ്രമം കൂടെയാണ് ഇപ്പോഴത്തെ കുറ്റപത്രം. കുഴൽപ്പണക്കേസിന്റെ കുറ്റപത്രത്തിൽ BJP ഒഴിവാക്കിയ അതേ ഉദ്യോഗസ്ഥരാണ് ഇപ്പോൾ ഇത്തരത്തിൽ നീതിയെ ബലികഴിക്കുന്ന റിപ്പോർട്ട് നൽകിയിട്ടുള്ളതെന്നും KV അബ്ദുൾ ഖാദർ ചൂണ്ടിക്കാട്ടി. കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പിൽ ഇഡി കുറ്റപത്രം സമർപ്പിച്ചതിൽ സന്തോഷമുണ്ടെന്ന് മുഖ്യ പരാതിക്കാരൻ സുരേഷ്. TCVയോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. CPM നേരിട്ട് നടത്തിയ പകൽക്കൊള്ളയാണ് കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ്. താൻ ഹൈക്കോടതിയിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ട് പരാതി നൽകിയതിനെ തുടർന്നാണ് വേഗത്തിൽ കുറ്റപത്രം സമർപ്പിക്കാൻ കാരണം. സംഭവത്തിൽ സഹകരണ ഉദ്യോഗസ്ഥരെ കൂടി പ്രതികളാക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ശരിക്കും CPM സർക്കാരും ചേർന്ന് നടത്തിയ വൻ സഹകരണ കൊള്ളയാണ്. സഹകരണ ചരിത്രത്തിൽ ഏറ്റവും വലിയ കൊള്ള കേരളത്തിൽ നടത്തിയത് CPM ആണ്. അപ്പോൾ CPM കൊള്ള നടത്തി അതിന് നേതൃത്വം കൊടുത്ത ജില്ലാ സെക്രട്ടറിമാർ ഉൾപ്പെടെയുള്ളവർ പ്രതികളായി വന്നിരിക്കുന്നത് പറയുമ്പോൾ ആ പാർട്ടിയുടെ ആ ജീർണതയും ആ മൂല്യച്ചോഷമൊക്കെ തന്നെ പൊതുജനം വിലയിരുത്തേണ്ടതാണ്. സത്യത്തിൽ CPM നേരിട്ട് നടത്തിയ പകൽക്കൊള്ള തട്ടിപ്പാണ് കരുതുന്നത്. കനത്ത കാറ്റിലും മഴയിലും കയ്പമംഗലം മേഖലയിൽ മരങ്ങൾ വീണ് വ്യാപക നാശം. നിരവധിയിടങ്ങളിൽ വൈദ്യുതി പോസ്റ്റുകളും ലൈനുകളും തകരാറിലായി. കാക്കാത്തുരുത്തിയിൽ മരം കടപുഴകി വീണ് 3 പീടിക ഇരിങ്ങാലക്കുട റോഡിൽ ഗതാഗതം തടസ്സപ്പെട്ടു. നാട്ടുകാരും ഫയർഫോഴ്സും ചേർന്ന് മരം വെട്ടിമാറ്റി ഗതാഗതം പുനഃസ്ഥാപിച്ചു. ഇന്ന് രാവിലെ ഉണ്ടായ കനത്ത കാറ്റിൽ 3 പീടിക സെന്ററിന് തെക്ക് വശത്ത് ദേശീയപാതയിലേക്ക് മരം വീണു. 3 പീടിക APJ അബ്ദുൾ കലാം റോഡിലും മരങ്ങൾ വീണ് ഗതാഗതം തടസ്സപ്പെട്ടു. വൈദ്യുതി പോസ്റ്റ് മുടിഞ്ഞിട്ടുണ്ട്. കയ്പമംഗലം മേഖലയിൽ ഇന്നലെ മുതൽ പലയിടത്തും വൈദ്യുതി ബന്ധം തകരാറിലായി. കനത്ത മഴയിൽ ഇരിങ്ങാലക്കുടയിൽ വീട് തകർന്നു വീണ് വയോധികയടക്കം 2 പേർക്ക് പരിക്കേറ്റു.
KEC സോൾവെന്റ് കമ്പനിക്ക് സമീപം പാറപ്പുറം വീട്ടിൽ സുധാദേവിയുടെ ഓടിട്ട വീടാണ് തകർന്നു വീണത്. അപകട സമയത്ത് വയോധികയായ സുധാദേവിയും മകൻ ഉമാശങ്കറിന്റെ ഭാര്യ നിഷയും മകനുമാണ് വീട്ടിലുണ്ടായിരുന്നത്. വീടിന്റെ മേൽക്കൂര തകർന്ന് ഉറങ്ങിക്കിടന്ന ഇവരുടെ ദേഹത്തേക്ക് വീഴുകയായിരുന്നു. തലയ്ക്ക് പരിക്കേറ്റ നിഷയെയും സുധാദേവിയെയും സമീപവാസികൾ ഉടൻ തന്നെ ഓടുകൾ നീക്കി പുറത്തെടുത്ത് ഇരിങ്ങാലക്കുട ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. രാത്രിയായിരുന്നു സംഭവം. 1:30 വീഴുമ്പോ ഓടിയപ്പോ എല്ലാരും കൂടി ഞങ്ങൾ കിടന്ന് ഉറങ്ങായിരുന്നു. അമ്മയുടെ മേത്തും കുറെ വീണു, എൻ്റെ മേത്ത് ഒരു ഓട് വന്ന് വീണു, തല പൊട്ടി 5 സ്റ്റിച്ച് കിട്ടും. ചാവക്കാട് കടപ്പുറം പഞ്ചായത്തിൽ കടലേറ്റം രൂക്ഷം. കടപ്പുറം പഞ്ചായത്തിലെ അഞ്ചങ്ങാടി വളവ്, മൂസ റോഡ്, വെളിച്ചെണ്ണപ്പടി, മുനക്കക്കടവ് എന്നിവിടങ്ങളിലാണ് ഇന്ന് രാവിലെ മുതൽ കടൽക്ഷോഭത്തെ തുടർന്ന് കടലേറ്റം രൂക്ഷമായത്. കടൽവെള്ളം കരയിലേക്ക് അടിച്ചുകയറി റോഡ് മുങ്ങിയ സ്ഥിതിയിലാണ്. മെയിൻ റോഡ് കടന്ന് പഞ്ചായത്ത് റോഡ് വരെ വെള്ളമെത്തി. കഴിഞ്ഞ ദിവസവും മേഖലയിൽ കടലേറ്റം രൂക്ഷമായിരുന്നു. കടൽഭിത്തി ഇല്ലാത്ത ഭാഗങ്ങളിലാണ് കടൽവെള്ളം അടിച്ചുകയറിയത്. വെള്ളം കയറിയ വീടുകളിലെ പലരും ബന്ധുവീടുകളിലേക്ക് താമസം മാറി. തിരുവില്ലുവമലയിൽ ശക്തമായ മഴയിൽ വീടിന്റെ ഒരു ഭാഗം ഇടിഞ്ഞു വീണു. ഒരലാശ്ശേരി പരേതനായ അരിമങ്ങാട്ടിൽ വേണുഗോപാലന്റെ വീടിന്റെ പുറകുവശം ഇടിഞ്ഞു വീണു. വേണുഗോപാലന്റെ മകന്റെ ഭാര്യയും മക്കളും വീട്ടിൽ താമസിക്കുന്നുണ്ട്. ഇവർ ബന്ധുവീട്ടിൽ വിരുന്നുപോയതായിരുന്നാൽ അപകടം ഒഴിവായി. തൃശൂർ നഗരഹൃദയത്തിൽ വീണ്ടും കാലപ്പഴക്കം ചെന്ന കെട്ടിടം ഇടിഞ്ഞു വീണു. സ്വരാജ് റൌണ്ടിലെ കെട്ടിടത്തിന്റെ മുകൾ നിലയിലാണ് ഇടിഞ്ഞു വീണത്. തൃശൂർ കുറുപ്പൻ റോഡ് ജംഗ്ഷന് സമീപം സ്വരാജ് റൌണ്ടിൽ മനോരമ ബിൽഡിംഗ് എന്ന കെട്ടിടത്തിന്റെ മുകളിലെ നിലയാണ് ഇടിഞ്ഞു വീണത്. ദീർഘനാളായി ഒഴിഞ്ഞുകിടക്കുകയായിരുന്ന ഈ കെട്ടിടത്തിന്റെ മുൻവശത്തെ ചില്ല് മാസങ്ങൾക്ക് മുമ്പ് തകർന്നു വീണ് കാൽനടയാത്രക്കാരന് പരിക്കേറ്റിരുന്നു. ഈ കെട്ടിടത്തിന്റെ അടിയിൽ 4 കടകളാണ് പ്രവർത്തിച്ചിരുന്നത്. കോർപ്പറേഷന്റെ അപകടാവസ്ഥയിലുള്ള കെട്ടിടങ്ങളുടെ ലിസ്റ്റിൽപ്പെട്ടതാണ് ഈ കെട്ടിടവും. നഗരത്തിലെ അപകടാവസ്ഥയിൽ ഉള്ളതോ അടിയന്തരമായി അറ്റകുറ്റപ്പണികൾ നടത്തേണ്ടതോ ആയ 271 കെട്ടിടങ്ങളുടെ ദുരവസ്ഥയെക്കുറിച്ച് TCV ഈ മാസം 20-ന് വാർത്തയും നൽകിയിരുന്നു. ഇത്തരത്തിൽ ദുരന്ത സമാനമായിട്ടുള്ള നിരവധി കെട്ടിടങ്ങളാണ് തൃശൂർ നഗരപ്രദേശത്തുള്ളത്. TCV ന്യൂസ്, തൃശൂർ. തൃശൂർ ഗുരുവായൂർ പാതയിൽ അമല പരിസരത്ത് റെയിൽവേ ട്രാക്കിൽ ഇലക്ട്രിക് ലൈനിലേക്ക് മരം വീണ് തടസ്സപ്പെട്ട ട്രെയിൻ ഗതാഗതം പുനഃസ്ഥാപിച്ചു. പുലർച്ചെയാണ് മരം വീണത്. ഇതോടെ ഗുരുവായൂരിലേക്കും തിരിച്ചുമുള്ള ട്രെയിൻ ഗതാഗതം തടസ്സപ്പെട്ടിരുന്നു. കഴിഞ്ഞ ദിവസം ചെറുതുരുത്തിയിലും ട്രാക്കിലേക്ക് മരം വീണ് ട്രെയിൻ ഗതാഗതം തടസ്സപ്പെട്ടിരുന്നു. മറ്റത്തൂർ പഞ്ചായത്തിലെ വിവിധ പ്രദേശങ്ങളിൽ കാറ്റിലും മഴയിലും വീടുകൾക്ക് ഭാഗികമായി നാശം സംഭവിച്ചു. വെള്ളിക്കുളങ്ങര കൊടുങ്ങയിൽ ചെറിയറപ്പായുടെ വീടിന് മുകളിലേക്ക് മരം വീണ് ട്രസ് തകർന്നു. പ്രദേശത്ത് നിരവധി ഫലവൃക്ഷങ്ങൾ ഒടിഞ്ഞു വീണിട്ടുണ്ട്. കോടാലി മോനടി റോഡിൽ കടമ്പോട് ഭാഗത്ത് സ്വകാര്യ പറമ്പിൽ നിന്നിരുന്ന മരങ്ങൾ റോഡിലേക്ക് ഒടിഞ്ഞു വീണതിനെ തുടർന്ന് 2 മണിക്കൂറോളം ഗതാഗതം തടസ്സപ്പെട്ടു. കടമ്പോട് തൈപ്പറമ്പിൽ വിനുവിന്റെ വീട്ടുമതിൽ മരം വീണ് തകർന്നു. കടമ്പോട് സ്കൂളിന് സമീപം കൂടപ്പുഴ വിനീഷിന്റെ വീടിന് മുകളിലേക്ക് പ്ലാവ് ഒടിഞ്ഞു വീണതിനെ തുടർന്ന് വീടിന് ഭാഗികമായി കേടുപറ്റി. ചെട്ടിച്ചാൽ മാരിയമ്മൻ കോവിൽ റോഡിന് കുറുകെ മരം വീണ് ഗതാഗതം തടസ്സപ്പെട്ടു. KECB വെള്ളിക്കുളങ്ങര സെക്ഷനു കീഴിലെ വിവിധ പ്രദേശങ്ങളിലായി നിരവധി ഇലക്ട്രിക് പോസ്റ്റുകൾ ഒടിഞ്ഞിട്ടുണ്ട്. ഇതുമൂലം വൈദ്യുതി വിതരണം പരക്കെ തടസ്സപ്പെട്ട നിലയിലാണ്. കൊടുങ്ങല്ലൂർ മേഖലയിൽ കാലവർഷക്കെടുതി തുടരുന്നു. എടവിലങ്ങ്, എറിയാട്, ശ്രീനാരായണപുരം എന്നീ പഞ്ചായത്തുകളിൽ തീരപ്രദേശങ്ങളിൽ വെള്ളക്കെട്ട് രൂക്ഷമാണ്. തോടുകളും കുളങ്ങളും നിറഞ്ഞു കവിഞ്ഞ നിലയിലാണ്. എടവിലങ്ങ് പൊടിയൻ ബസാറിൽ കാരക്കുളത്ത് അശോകന്റെ വീടിന് മുകളിൽ മരം വീണു. അപകടത്തിൽ ഓടുമേഞ്ഞ വീട് ഭാഗികമായി തകർന്നു. ശ്രീനാരായണപുരം പനങ്ങാട് ഹയർ സെക്കൻഡറി സ്കൂളിന് പടിഞ്ഞാറുവശത്ത് തോപ്പിൽ ശാന്തയുടെ വീടിന് മുകളിൽ മരം വീണ് വീട് ഭാഗികമായി തകർന്നു. കോട്ടപ്പുറം കോട്ടയിൽ തേക്കുമരം കടപുഴകി വീണ് വീട് തകർന്നു. കല്ലറയ്ക്കൽ ജോണിയുടെ ഓടുമേഞ്ഞ വീടാണ് തകർന്നത്. ശക്തമായ കാറ്റിൽ അഴീക്കോട് ലൈറ്റ് ഹൌസ് പരിസരത്ത് കമ്പിളിക്കൽ ഷാജിയുടെ വീടിന്റെ മേൽക്കൂരയ്ക്ക് കേടുപാട് സംഭവിച്ചു. തിരുവില്ലുവമലയിൽ മരക്കൊമ്പ് വീണ് വൈദ്യുതി തടസ്സം നേരിട്ടു. കണിയാർക്കോട് കരിങ്കുറ്റി അയ്യപ്പൻകാവ് ക്ഷേത്ര പരിസരത്താണ് സ്വകാര്യ വ്യക്തിയുടെ പറമ്പിലുള്ള മരക്കൊമ്പ് വൈദ്യുതി ലൈനിലേക്ക് വീണത്. കൊടകര പഞ്ചായത്തിലും കാറ്റിൽ വ്യാപകമായ നാശനഷ്ടം സംഭവിച്ചു. പുത്തുക്കാവ് കനാൽ റോഡിൽ കാറിന് മുകളിലേക്ക് മരം ഒടിഞ്ഞു വീണു. മറ്റത്തൂർ പഞ്ചായത്തിലെ മോനുടി ആശ്രമം റോഡിൽ പെട്ടി ഓട്ടോയ്ക്ക് മുകളിൽ മരം വീണ് ഓട്ടോ ഭാഗികമായി തകർന്നു. നിരവധി വൈദ്യുതി പോസ്റ്റുകൾ ഒടിഞ്ഞു.
വേലൂർ പഞ്ചായത്ത് 14-ാം വാർഡിൽ പനമരം വീട് ഭാഗികമായി തകർന്നു. കടവത്ത് പറമ്പിൽ സുജാതയുടെ വീടിന് മുകളിലേക്കാണ് പന വീണത്. വീടിന്റെ മേൽക്കൂര ഭാഗികമായി തകർന്നു. ആളപായമില്ല. വാർഡ് മെമ്പർ സ്വപ്ന രാമചന്ദ്രൻ വീട് സന്ദർശിച്ചു. ശക്തമായ കാറ്റിലും മഴയിലും തിരുവല്ലോമലയിൽ വാഴക്കൃഷി നശിച്ചു. ഒരിലാശ്ശേരി പന്തല്ലൂർ സുരേഷ് കുമാറിന്റെ വാഴത്തോട്ടമാണ് നശിച്ചത്. ഓണവിപണിയെ ലക്ഷ്യമാക്കി വെച്ച വാഴ നശിച്ചതിനാൽ വൻ സാമ്പത്തിക പ്രതിസന്ധിയാണ് സുരേഷിന് നേരിടേണ്ടി വന്നത്. പാരമ്പര്യമായി കൃഷി ചെയ്ത് ജീവിക്കുന്ന സുരേഷ് കുമാർ കിഡ്നി രോഗി കൂടിയാണ്. രൂക്ഷമായ കാട്ടുപന്നി ശല്യമുള്ള പ്രദേശമായതിനാൽ രാത്രിയും പകലും കാവലിരുന്നാണ് സുരേഷ് കുമാർ വാഴകൃഷി ചെയ്തു വന്നിരുന്നത്. കൃഷി ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി പരിശോധന നടത്തി. വളരെ കാലമായിട്ട് ഞാൻ കൃഷിപ്പണി തന്നെയാണ് നമ്മളെ തൊഴിൽ, പാരമ്പര്യമായിട്ട് തന്നെ. പക്ഷേ ഇത്രയും കാലത്തിനിടയ്ക്ക് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. ഞാൻ ഒരു കിഡ്നി പേഷ്യൻ്റ് കൂടിയാണ്. മാസം 14,000 രൂപ മരുന്നിന് മാത്രമാണ്. എന്നിട്ടും നമ്മൾ എന്തെങ്കിലുമൊക്കെ ആവട്ടെ എന്ന് പറഞ്ഞിട്ടാണ് കൃഷി പണിയെന്ന് തൊഴിലാക്കിയിട്ട് കൊണ്ട് കിടക്കുന്നത്. ഇത്തവണ ഇപ്പോൾ അനുഭവത്തിലേക്ക് പന്നിശല്യം മറ്റുള്ളതൊക്കെ ഒഴിവാക്കിയിട്ട് ഒരുവിധം ഇപ്പോൾ അനുഭവത്തിലേക്ക് എത്തേണ്ട സമയത്താണ് വന്നിരിക്കുന്നത്. 10-60 വാഴകളിലധികം പോയി. ഇനിയും കുറേ ചേർന്നിട്ട് ചാഞ്ഞിട്ട് നിൽക്കുന്നുണ്ട്. എത്ര കണ്ട് സംഭവിക്കുന്ന അറിയില്ല. കനത്ത മഴയിലും കാറ്റിലും വള്ളത്തോൾ നഗർ നെടുമ്പുരയിൽ വീടിന്റെ മുന്നിലുണ്ടായിരുന്ന തെങ്ങ് മറിഞ്ഞു വീണു. വീടിന് ഭാഗികമായി കേടുപാടുകൾ പറ്റി. വീട്ടുകാർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. നെടുമ്പുര പാലച്ചോടിനു സമീപം താമസിക്കുന്ന ആറ്റത്ത് വീട്ടിൽ രവിയുടെ വീടിന് മുന്നിലുള്ള തെങ്ങാണ് കടപുഴകി വീടിന്റെ ടെറസിലേക്ക് വീണത്. ശക്തമായ കാറ്റിലും മഴയിലും മരക്കൊമ്പ് വീണും മറ്റും വൈദ്യുതി കമ്പികൾ പൊട്ടിക്കിടക്കാനോ ചാഞ്ഞു കിടക്കാനോ സാധ്യതയുണ്ടെന്നും പുറത്തിറങ്ങുമ്പോൾ ജാഗ്രത പാലിക്കണമെന്നും KECB. പൊട്ടിവീണ ലൈനിൽ മാത്രമല്ല പരിസര പ്രദേശങ്ങളിലും വൈദ്യുതി പ്രവാഹമുണ്ടാകാൻ സാധ്യതയുള്ളതിനാൽ അടുത്തു പോവുകയോ സ്പർശിക്കുകയോ ചെയ്യരുതെന്നും KECB അധികൃതർ അറിയിച്ചു. പുതുക്കാട് KSRTC സ്റ്റാൻഡിനു സമീപം കൂറ്റൻ പരസ്യ ബോർഡ് ചെരിഞ്ഞ് അപകടാവസ്ഥയിൽ. ശക്തമായ കാറ്റിലാണ് റോഡരികിലെ ബോർഡ് 11 kV ലൈനിലേക്കും റോഡിലേക്കും വീഴാറായ അവസ്ഥയിൽ അപകട ഭീഷണിയായി നിൽക്കുന്നത്. എത്രയും വേഗം ബോർഡ് ഇവിടെ നിന്ന് നീക്കം ചെയ്യണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. ശക്തമായ കാറ്റിനെ നേരിടാനുള്ള ജാഗ്രതാ നിർദ്ദേശങ്ങൾ നൽകി സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി. കാറ്റും മഴയും ഉണ്ടാകുമ്പോൾ ഒരു കാരണവശാലും മരങ്ങളുടെ ചുവട്ടിൽ നിൽക്കാൻ പാടുള്ളതല്ലെന്നും മരച്ചൂട്ടിൽ വാഹനങ്ങൾ പാർക്ക് ചെയ്യരുതെന്നും നിർദ്ദേശമുണ്ട്. വീട്ടുവളപ്പിലെ മരങ്ങളുടെ അപകടകരമായ രീതിയിലുള്ള ചിലകൾ വെട്ടിയൊതുക്കണം. അപകടാവസ്ഥയിലുള്ള മരങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ ബന്ധപ്പെട്ട തദ്ദേശ സ്ഥാപനങ്ങളെ അറിയിക്കണം. ഉറപ്പില്ലാത്ത പരസ്യ ബോർഡുകൾ, ഇലക്ട്രിക് പോസ്റ്റുകൾ, കൊടിമരങ്ങൾ തുടങ്ങിയവയുടെ ചുവട്ടിലും സമീപത്തും നിൽക്കുകയോ വാഹനങ്ങൾ പാർക്ക് ചെയ്യുകയോ അരുത്. വീടിന്റെ ടെറസിലും ജനലുകളുടെയും വാതിലുകളുടെയും സമീപത്ത് നിൽക്കാതിരിക്കുക. ഓലമേഞ്ഞതോ ഷീറ്റ് പാകിയതോ അടച്ചുറപ്പില്ലാത്തതോ ആയ വീടുകളിൽ താമസിക്കുന്നവർ അധികൃതരുമായി 1077 എന്ന നമ്പറിൽ മുൻകൂട്ടി തന്നെ ബന്ധപ്പെടുകയും മുന്നറിയിപ്പ് വരുന്ന ഘട്ടങ്ങളിൽ അവർ ആവശ്യപ്പെടുന്ന മുറയ്ക്ക് സുരക്ഷിതമായ കെട്ടിടങ്ങളിലേക്ക് മാറി താമസിക്കേണ്ടതുമാണ്. നിർമ്മാണ ജോലികളിൽ ഏർപ്പെടുന്നവർ കാറ്റും മഴയും ശക്തമാകുമ്പോൾ ജോലി നിർത്തിവെച്ച് സുരക്ഷിതമായിടത്തേക്ക് മാറി നിൽക്കണമെന്നും നിർദ്ദേശങ്ങളിൽ പറയുന്നു. ന്യൂസ് ഡെസ്ക് TCV. ചൂണ്ടൽ പെലക്കാട്ട് പയ്യൂരിൽ പന വീടിനും കന്നുകാലി തൊഴുത്തിനും മുകളിൽ വീണ് നാശനഷ്ടം. ചുങ്കത്ത് ദാമോദരന്റെ വീടിനാണ് നാശനഷ്ടം സംഭവിച്ചത്. വാർഡ് മെമ്പർ ബാലകൃഷ്ണൻ സ്ഥലം സന്ദർശിച്ചു. ചാലക്കുടിയിലും പരിയാരത്തുമുണ്ടായ ശക്തമായ ചുഴലിക്കാറ്റിൽ 4 വീടുകൾ തകർന്നു. 100ഓളം കുടുംബങ്ങളുടെ കാർഷിക വിളകളും നശിച്ചു. നിരവധി വൈദ്യുതി പോസ്റ്റുകളും തകർന്നു. വിവരങ്ങളുമായി ജയൻ തത്സമയം ചേരുന്നുണ്ട്. ജയൻ, കാലവർഷത്തോടൊപ്പം ശക്തമായ കാറ്റാണ്, മരങ്ങളെല്ലാം കടപുഴകി കിടക്കുന്നു. എന്തൊക്കെയാണ് അവിടെ നിന്നുള്ള വിവരങ്ങൾ? ഈ ചാലക്കുടി മേഖലയിൽ ഇന്ന് രാവിലെ അതിശക്തമായ ചുഴലിക്കാറ്റാണ് ആഞ്ഞു വീശിയത്. ഏകദേശം ഒരു 10ഓളം വീടുകൾക്ക് നാശനഷ്ടമുണ്ടായി. അതുപോലെ 100 വീടുകളിലെ കാർഷിക വിളകളും
നശിച്ചു. ചാലക്കുടി നഗരസഭാ പരിധിയിലെ പടിഞ്ഞാറൻ ചാലക്കുടി, കോട്ടാറ്റ്, മൂഞ്ഞേരി പ്രദേശങ്ങളിലും അതുപോലെ മേലൂർ പഞ്ചായത്തിലെ പൂലാനി, പിന്നെ അതിരപ്പള്ളിയിലെ വിവിധ പ്രദേശങ്ങൾ എന്നിവിടങ്ങളിലാണ് വ്യാപകമായ നാശനഷ്ടമുണ്ടായത്. പലയിടത്തും മൂഞ്ഞേലി ഭാഗത്ത്, പടിഞ്ഞാറൻ ചാലക്കുടിയിലെ മൂഞ്ഞേലി ഭാഗത്ത് വീടിന്റെ മേൽക്കൂര പറന്ന് മറ്റ് അയൽ വീടുകളിലേക്ക് എത്തുന്ന അവസ്ഥ വരെ ഉണ്ടായിരുന്നു. ഇവിടെയാണ് ഇലക്ട്രിക് പോസ്റ്റുകൾ 6 ഇലക്ട്രിക് പോസ്റ്റുകൾ തകർന്നിട്ടുണ്ട്. അതുപോലെ മറ്റ് ജാതി, വാഴ, കവുങ്ങ് തുടങ്ങിയ കാർഷിക വിളകൾക്കാണ് കൂടുതലും നാശനഷ്ടം ഉണ്ടായത്. ഈ മേഖലയിൽ വൈദ്യുതി വിതരണം പൂർണ്ണമായും സ്തംഭിച്ചു. എന്നാൽ ഇന്ന് രാത്രിയോടെ ഇവ പുനഃസ്ഥാപിക്കാനാവുമെന്നാണ് KICB അധികൃതർ പറയുന്നത്. അതിനായി അവർ സജീവമായി രംഗത്ത് എത്തിയിട്ടുണ്ട്. മേലൂർ പഞ്ചായത്തിലും ഇതുപോലെ വ്യാപകമായ നാശനഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത്. ചാലക്കുടി നഗരസഭ ടൗൺ പ്രദേശത്ത് കണ്ണമ്പുഴ ഭൗതി ക്ഷേത്രത്തിലെ ഇരുമ്പ് ഗേറ്റ് കാറ്റിൽ പറന്നുപോയി. തൊട്ടടുത്ത ഭരത സ്വാമി ക്ഷേത്രത്തിലെ ഇതിന് സമീപം ഇലക്ട്രിക് പോസ്റ്റ് പ്ലാവ് വീണ് ഇലക്ട്രിക് പോസ്റ്റുകൾ തകർന്നു. അതുപോലെ തന്നെ അതിരപ്പള്ളി പഞ്ചായത്തിൽ വ്യാപകമായി മരങ്ങൾ കടപുഴകിയിട്ടുണ്ട്. ഇവിടെ അതിരപ്പള്ളി വിനോദസഞ്ചാര കേന്ദ്രത്തിന്റെ പ്രവേശന കവാടത്തിൽ വലിയൊരു മരം വീണ് വിനോദസഞ്ചാരികളുടെ പ്രവേശനം 1 മണിക്കൂറോളം തടസ്സപ്പെട്ടു. ഇതുപോലെ മലക്കപ്പാറ റോഡിലും വിവിധ സ്ഥലങ്ങളിൽ മരങ്ങൾ വീണു. ഇവിടെയും വാഹന ഗതാഗതം നിർത്തിവെക്കേണ്ടി വന്നു. പടിഞ്ഞാറ് ചാലക്കുടി മേഖലയിൽ കഴിഞ്ഞ വർഷവും ഇതുപോലെ വലിയ ചുഴലിക്കാറ്റുണ്ടായ അതേ സ്ഥലങ്ങളിലാണ് ഇന്നും പ്രകൃതിയുടെ മറ്റൊരു ദുരന്തം സംഭവിച്ചിരിക്കുന്നത്. കഴിഞ്ഞ തവണ നാശങ്ങളുണ്ടായ കർഷകർക്ക് ഇതുവരെയും സർക്കാരിൽ നിന്നും ആനുകൂല്യങ്ങൾ ലഭിച്ചിട്ടില്ല. ഇതിനിടയിലാണ് വീണ്ടും വലിയൊരു ആഘാതം സംഭവിച്ചിരിക്കുന്നത്. നന്ദി ജയൻ, വിവരങ്ങൾ നൽകിയതിന്. ചാലക്കുടിയിലെ ചുഴലിക്കാറ്റിന്റെ വിവരങ്ങളുമായാണ് ജയൻ ചേർന്നത്. ഇനി ഒരു ഇടവേള. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരമുണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. വാർത്തകൾ തുടരുന്നു. മാളയിൽ മിന്നൽ ചുഴലിയിൽ വ്യാപക നാശനഷ്ടം. 100 കണക്കിന് ജാതിമരങ്ങൾ, വാഴകൾ, തെങ്ങ്, കവുങ്ങ് എന്നിവ കാറ്റിൽ നശിച്ചു. വടമയിൽ മരം വീണ് കോപ്പിള്ളിപ്പറമ്പിൽ സരസന്റെ വീടിനോട് ചേർന്നുള്ള ഓടുമേഞ്ഞ തൊഴുത്ത് പൂർണ്ണമായി തകർന്നു. സരസന്റെ കോഴിഷെഡും ഭാഗികമായി തകർന്നു. പരിസരത്തെ ഇന്ദിര ശിവരാമന്റെ 15 ജാതി മരങ്ങളും വാഴകളും കടപുഴകി വീണു. വടമ കല്ലിക്കാട്ട് പ്രേമചന്ദ്രന്റെ 5 ജാതി മരങ്ങളും വാഴകളും വീണു. പ്ലാവിൻമുറിയിൽ തിങ്കളാഴ്ച രാവിലെ ഉണ്ടായ കാറ്റിൽ തേക്കുമരം വീണ് 1.5 മണിക്കൂറോളം ഗതാഗതം തടസ്സപ്പെട്ടു. വലിയ പറമ്പിൽ തേക്കുമരം വീണ് പൂപ്പത്തി റോഡിലേക്കുള്ള ഗതാഗതം തടസ്സപ്പെട്ടു. അന്നമനട പഞ്ചായത്തിൽ വ്യാപകമായി നാശനഷ്ടമുണ്ടായി. കാറ്റിൽ 10ഓളം വീടുകൾക്ക് മുകളിൽ മരം വീണു. ആർക്കും പരിക്കില്ല. മിന്നൽ ചുഴലി അന്നമനട പഞ്ചായത്തിലും കനത്ത നാശനഷ്ടം വരുത്തി. 100 കണക്കിന് വൈദ്യുതിക്കാലുകൾ തകർന്നു. ശക്തമായ വെള്ളപ്പാച്ചിലിൽ കിഴുപ്പുള്ളിക്കരയിലെ മുനയം ബണ്ട് തകർന്നു. താന്യം പഞ്ചായത്തിലെ കല്ലങ്കരമാട് പ്രദേശത്ത് തീരമിടിയുന്നു. 8 കുടുംബങ്ങൾ ഭീതിയിൽ. കാട്ടൂർ, താന്യം പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്നതാണ് മുനയം ബണ്ട്. കരുവന്നൂർ പുഴയ്ക്ക് കുറുകെ തടയണ തീർത്ത് കനോലി കനാലിൽ നിന്നുള്ള ഉപ്പുവെള്ളം തിരികെ വരാതെ നോക്കാനുള്ള സംവിധാനമാണിത്. ഉപ്പുവെള്ളം തിരികെ കയറി സമീപ പ്രദേശങ്ങളിലെ കൃഷിക്കും ഗാർഹിക ആവശ്യത്തിനുമായുള്ള വെള്ളത്തിനും ദോഷമില്ലാതിരിക്കാനാണ് വർഷം തോറും 40 ലക്ഷത്തോളം രൂപ ചിലവഴിച്ച് താൽക്കാലിക തടയണ ഇറിഗേഷൻ വകുപ്പ് നിർമ്മിക്കുന്നത്. മുളയും ചാക്കും മണ്ണും ചേർത്തുള്ള നിർമ്മിതിയിൽ അഴിമതി ഉണ്ടെന്നുള്ളത് സ്ഥിരം പരാതിയാണ്. കരുവന്നൂർ പുഴ നിറഞ്ഞ വലിയ രീതിയിൽ വെള്ളം എത്തിയപ്പോൾ ബണ്ട് തകർന്ന വെള്ളം കനോലി കനാലിലേക്ക് പ്രവഹിക്കുകയാണ്. ഇതിനൊപ്പം താന്യം പഞ്ചായത്തിലെ കല്ലങ്കരമാട് പ്രദേശത്തുള്ള 8 കുടുംബങ്ങൾ ഭീതിയിലാണ് കഴിയുന്നത്. വെള്ളം കുത്തിയൊലിച്ചു പോയി തുടങ്ങിയതു മുതൽ ഇവർ താമസിക്കുന്ന പ്രദേശത്തിന്റെ വലിയൊരു ഭാഗം പുഴയിലേക്ക് ഇടിഞ്ഞുപോയിക്കൊണ്ടിരിക്കുകയാണ്. വർഷങ്ങളായി ഇവിടെ താമസിക്കുന്ന ആളുകളുടെ പ്രായോഗിക നിർദ്ദേശങ്ങൾ അവഗണിക്കുന്നതും
ബണ്ട് തകർച്ചയ്ക്ക് കാരണമായി പറയുന്നുണ്ട്. വിഷയത്തിൽ അടിയന്തര നടപടികൾ വേണം എന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ഇന്നലെ മുതൽ കെട്ടിന് മുകളിൽ കൂടെ ഓവർഫ്ലോ പോയിക്കൊണ്ടിരിക്കുമ്പോൾ സമീപവാസികൾ കോൺട്രാക്ടറെയും എയെ വിളിച്ചറിയിക്കുകയും ചെയ്തു. വളരെ നിരുത്തരവാദപരമായിട്ടാണ് കോൺട്രാക്ടറും ഡിപ്പാർട്ട്മെൻറ്റും പെരുമാറുന്നത്. ഇന്നലെ 3 മണി മുതൽ കെട്ടിന് മുകളിൽ കൂടെ വെള്ളം പോയിട്ടും വെറും ഒരാളെ നിർത്തി കുത്താമ്പാറ കൊണ്ട് മുകളിലെ മണ്ണ് നീക്കി ആ ഈ ബണ്ടിൻ്റെ ചെരിഞ്ഞ ഭാഗമായ പടിഞ്ഞാറ് വശത്ത് കൂടി വെള്ളം ഒഴുക്കി വിട്ടതിൻ്റെ ഫലമായിട്ടാണ് ഇന്ന് കെട്ട് തള്ളി ഈ സൈഡ് മുഴുവൻ തള്ളിപ്പോയത്. ഏകദേശം 10-12 സെൻറ്റ് സ്ഥലം ഇന്ന് ഒലിച്ചു പോയിരിക്കുകയാണ്. ഇപ്പോഴും വീട്ടുകാർ ഭീഷണിയിലാണ്. കള വെക്കാനായിട്ട് അവരത് തുറക്കാണ്ടാണ് ഈ പടിഞ്ഞാറ് സൈഡ് കള തുറന്നത്. അത് ആ മണ്ണെടുത്ത് കയറ്റി വെക്കേണ്ട കാരണം ആ മണ്ണ് കയറ്റിയെടുത്ത് വെക്കേണ്ട കാരണം അവിടെ കള വെക്കാൻ ചെയ്തത്. അത് ആദ്യമേ അവിടെ കിഴക്കേ ഭാഗത്ത് കള വെക്കാൻ വെച്ചാൽ ഓവർഫ്ലോ കൊടുത്തിട്ടുണ്ട്. ആ കള തുറക്കാണ്ടാണ് പടിഞ്ഞാറ് സൈഡ് കള വെച്ച് ഈ വീടും ഈ പരിസരം മുഴുവൻ ഈ മണ്ണടിച്ച് കൊടുത്തു. കരുവന്നൂർ ജലപദ്ധതി, കുടിവെള്ള ജലപദ്ധതി, അതുപോലെ തന്നെ മറ്റ് ഇറിഗേഷൻ പദ്ധതികൾ ഇതൊക്കെ നടക്കുന്നത് ഈ മുനയം ബണ്ട് ഇവിടെ കെട്ടിയതിന് ശേഷമാണ് ഇതിനെല്ലാം ശാശ്വതമായ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത്രയ്ക്കും പ്രാധാന്യമുള്ള ഒരു ജലപദ്ധതി ഇന്നോളം അത് ശാശ്വതമായ ഒരു ബണ്ട് നിർമ്മാണം വന്നത് പൂർത്തീകരിക്കാനാകാതെ ഇന്ന് ജീവന് ഭീഷണിയായിട്ടാണ് ഈ നാട്ടുകാർ ഇന്ന് ഇരുകരകളിലും ജീവിക്കുന്നത്. TCV ന്യൂസ്, തൃപ്രയാർ. കോർപ്പറേഷൻ പരിധിയിലെ തോടുകളും കാനകളും ശുചീകരിക്കാത്തതിൽ പ്രതിഷേധിച്ച് വെള്ളക്കെട്ട് നേരിടുന്ന പ്രദേശങ്ങളിലെ കോൺഗ്രസ് കൌൺസിലർമാർ കുളവാഴകളും ചണ്ടിയും ചുമന്ന് മേയറുടെ ചേംബറിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു. മാലിന്യങ്ങൾ മേയറുടെ ഔദ്യോഗിക വാഹനത്തിന് മുകളിൽ നിക്ഷേപിച്ചു. കോർപ്പറേഷൻ പ്രതിപക്ഷ നേതാവ് രാജൻ ജെ പല്ലന്റെ നേതൃത്വത്തിലാണ് ചേറൂർ കട്ടച്ചിറ തോട്ടിൽ നിന്ന് പായലും കുളവാഴകളും കുട്ടയിൽ ചുമന്ന് കോർപ്പറേഷനിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തിയത്. ഏപ്രിൽ 26 മുൻപ് കോർപ്പറേഷൻ പരിധിയിലെ വലിയ തോടുകളും കാനകളും ശുചീകരിക്കുമെന്ന മേയറുടെ വാക്ക് പാഴായതായി രാജൻ പല്ലൻ പറഞ്ഞു. മേയർ വാഗ്ദാനം ചെയ്തത് ഏപ്രിൽ 15 മുമ്പ് വലിയ തോടുകളിലെ ക്ലീനിംഗ് പൂർത്തീകരിക്കുമെന്നാണ്. തുടർന്നുണ്ടായ കളക്ടറുടെ സാന്നിധ്യത്തിൽ നടന്ന യോഗത്തിൽ മേയർ പറഞ്ഞത് ഏപ്രിൽ 15 മുമ്പ് തൃശ്ശൂർ കോർപ്പറേഷനിലെ മുഴുവൻ തോടുകളുടെയും കാനകൾ തോടുകൾ ശുചീകരിക്കുമെന്നാണ്. എന്നാൽ ഇന്ന് മെയ് 26 ഈ കാണുന്ന കൗൺസിലർമാരുടെ ഡിവിഷനിലൊന്നും ആരംഭിച്ചിട്ട് പോലുമില്ല. അതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ചേറൂർ റോഡിലുള്ള കട്ടച്ചിറ പാലത്തിൽ നിന്നും ആരംഭിച്ച പ്രതിഷേധമാണ്. ഈ കാണുന്ന കൗൺസിലർമാരെ മാത്രം ഉൾപ്പെടുത്തിക്കൊണ്ട് ഈ ഡിവിഷനിലുള്ള കൗൺസിലർമാരുടെ തോടുകൾ മാത്രം ക്ലീൻ ചെയ്തില്ലെന്ന് പരാതി കൊണ്ട് കട്ടച്ചിറ പാലത്തിൽ നിന്നും ശേഖരിച്ച പായലുമായി ഞങ്ങൾ മേയർ ചേംബറിലേക്ക് മേയർക്ക് സമർപ്പിക്കാൻ പോവുകയാണ്. ഈ മേയർ കൃത്യമായി ഉത്തരം പറയാതെ ഇത്ര ദിവസം സമയബന്ധിതമായി പൂർത്തീകരിക്കുമെന്ന് മേയർ ഈ ഉറപ്പ് നൽകാതെ ഞങ്ങൾ സമരം അവസാനിപ്പിക്കില്ല. കൗൺസിലർമാരായ EV സുനിൽ രാജ്, ജോൺ ഡാനിയൽ, സിന്ധു ആൻഡോ ചാക്കോള, ലാലി ജെയിംസ്, അഡ്വക്കേറ്റ് വില്ലി, മേഴ്സി അജി, റെജി ജോയ്, മുകേഷ് കുളപ്പറമ്പിൽ, ലീല വർഗീസ് എന്നിവരാണ് മാർച്ച് നടത്തിയത്. മാർച്ച് കോർപ്പറേഷന് മുന്നിൽ പോലീസ് തടഞ്ഞതിനെ തുടർന്ന് കൗൺസിലർമാർ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു. TCV ന്യൂസ്, തൃശൂർ. ദേശീയപാതയിലെ ഗതാഗത കുരുക്ക് പരിഹരിക്കാത്തതിൽ പ്രതിഷേധിച്ച് AIYF സമരരംഗത്ത്. വിഷയത്തിൽ ഇടപെടാത്ത കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിയുടെ തൃശൂർ ക്യാമ്പ് ഓഫീസിലേക്ക് പ്രവർത്തകർ മാർച്ച് നടത്തി. പ്രവർത്തകർക്ക് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. ചേറൂരിലുള്ള ക്യാമ്പ് ഓഫീസിലേക്കാണ് പ്രവർത്തകർ മാർച്ച് സംഘടിപ്പിച്ചത്. ചെമ്പൂക്കാവിൽ നിന്നും പ്രകടനമായി എത്തിയ പ്രവർത്തകരെ ഓഫീസിന് മീറ്ററുകൾക്ക് മുൻപേ പോലീസ് റോഡിൽ ബാരിക്കേഡുകൾ നിരത്തി തടഞ്ഞു. ഇത് മറികടക്കാൻ ശ്രമിച്ചതോടെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. മഴയിൽ പോലീസിന്റെ ജലപീരങ്കി കൂടിയായപ്പോൾ വനിതകൾ ഉൾപ്പെടെയുള്ള പ്രവർത്തകർ നനഞ്ഞു കുളിച്ചു. തുടർന്ന് നടന്ന പ്രതിഷേധ യോഗം CPI ജില്ലാ സെക്രട്ടറി KK വത്സരാജ് ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം MP കൂടിയായ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ദേശീയപാതാ വിഷയത്തിൽ യാതൊരു ഇടപെടലും നടത്തുന്നില്ല. സംസ്ഥാനത്ത് അങ്ങോളം ഇങ്ങോളം നടക്കുന്ന സമരവേദികളിൽ പോയി ഡാൻസ് കളിക്കുന്ന അദ്ദേഹം ഈ വിഷയത്തിൽ കടുത്ത അനാസ്ഥയാണ് കാണിക്കുന്നത്. നിർവഹിക്കേണ്ട ഉത്തരവാദിത്തങ്ങൾ പോലും ചെയ്യാൻ തയ്യാറാകുന്നില്ലെന്നും വത്സരാജ് കുറ്റപ്പെടുത്തി. നാഷണൽ ഹൈവേ പണി പൂർത്തിയാക്കിയ ഇടങ്ങളിൽ അവിടെ മണ്ണിടിഞ്ഞ് ഹൈവേ പൊളിയുന്ന സാഹചര്യം ഉണ്ടായി. ഈ നാഷണൽ ഹൈവേ അതോറിറ്റി കേന്ദ്ര ഗവൺമെന്റിന്റെ ഉപരിതല ഗതാഗത വകുപ്പ് തീർച്ചയായും അതിന് ഉത്തരവാദികളാണ് എന്ന് എല്ലാവർക്കും അറിയാം. അത് കേരള ഗവൺമെന്റിനെതിരാക്കി തിരിച്ചുവിടാൻ തൃശ്ശൂരിന്റെ MP അവിടെ പോയി കോമാളി കളിക്കുന്ന കാഴ്ചയും നമ്മൾ കാണുകയുണ്ടായി. അദ്ദേഹം ചെല്ലുന്ന ഇടങ്ങളിലൊക്കെ അത്തരത്തിലുള്ള പ്രവർത്തനം നടത്തി
ജനങ്ങൾ തന്റെ പക്ഷത്ത് നിൽക്കും എന്നാണ് അദ്ദേഹം കരുതുന്നത്. എന്നാൽ അദ്ദേഹം ഒരു ഭരണാധികാരി കൂടിയാണ്, കേന്ദ്ര ഗവൺമെന്റിന്റെ സഹമന്ത്രി കൂടിയാണ് എന്ന ഉത്തരവാദിത്വ ബോധത്തോടു കൂടി ഈ നാടിന്റെ ജനപ്രതിനിധി എന്ന രീതിയിൽ അദ്ദേഹം നാട്ടിലെ ജനങ്ങളുടെ പ്രയാസത്തിൽ ഇടപെടാനുള്ള ഉത്തരവാദിത്വവും ബാധ്യതയും നിർവഹിക്കണമെന്നാണ് ഈ സമരത്തിലൂടെ AIYF മുന്നോട്ട് വയ്ക്കുന്നത്. AIYF ജില്ലാ പ്രസിഡന്റ് ബിനോയ് ഷബീർ അധ്യക്ഷത വഹിച്ചു. പി ബാലചന്ദ്രൻ MLA, CPI ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം T പ്രദീപ് കുമാർ, AIYF ജില്ലാ സെക്രട്ടറി പ്രസാദ് പറേരി, മണ്ഡലം സെക്രട്ടറി GM അഖിൽ, AISF ജില്ലാ സെക്രട്ടറി മിഥുൻ പോട്ടക്കാരൻ എന്നിവർ സംസാരിച്ചു. പോലീസിന്റെ വഴിതടയലും അടച്ചുകെട്ടലും 11 മണിയോടെ പറഞ്ഞ മാർച്ച് മഴയും മറ്റും കാരണം വൈകിയാണ് തുടങ്ങിയത്. എന്നാൽ പ്രവർത്തകർ എത്തും മുൻപേ പോലീസ് ഈ റോഡിലൂടെയുള്ള ഗതാഗതം നിരോധിച്ചു. പോരാത്തതിന് ക്യാമ്പ് ഓഫീസിന് സമീപം ബാരിക്കേഡുകൾ നിരത്തി പൂർണ്ണമായും റോഡ് അടച്ചും കെട്ടി. ഇതോടെ ചെമ്പൂക്കാവിൽ നിന്ന് രാമവർമ്മപുരത്തേക്കുള്ള പ്രധാന റോഡിലൂടെയുള്ള വാഹന ഗതാഗതം തടസ്സപ്പെട്ടു. പ്രദേശത്തുള്ളവർക്ക് പോലും തൊട്ടടുത്ത ക്ലിനിക്കുകളിലേക്കോ വീടുകളിലേക്കോ സ്ഥാപനങ്ങളിലേക്കോ നടന്നുപോലും പോകാൻ കഴിയാത്ത അവസ്ഥയായി. ശക്തമായ മഴയിൽ വാഹനങ്ങളിൽ സമീപത്തു നിന്നെത്തിയ പലരും ഇടവഴിയിലൂടെ കിലോമീറ്ററുകൾ ചുറ്റിവളഞ്ഞാണ് ലക്ഷ്യസ്ഥാനത്തേക്ക് യാത്രയായത്. ഇതിനിടെ കാൽനടയാത്രക്കാരായ സ്ത്രീകൾ വടവും ബാരിക്കേഡും പോസ്റ്റുമെല്ലാം സൃഷ്ടിച്ച പ്രതിസന്ധിയെ ഏറെ പണിപ്പെട്ട് മറികടന്നാണ് മറുകരയെത്തിയത്. ഇടതടവില്ലാതെ ബസ്സുകൾ സർവീസ് നടത്തുന്ന റോഡ് മണിക്കൂറുകൾ കെട്ടിയടച്ചതോടെ ഈ വഴിയുള്ള യാത്രക്കാർക്ക് നേരിട്ട ബുദ്ധിമുട്ടും ചില്ലറയല്ല. പാതി വഴി ഇറങ്ങി വണ്ടി വിളിച്ചാൽ പോലും ലക്ഷ്യസ്ഥാനത്ത് എത്താൻ പറ്റാത്ത ഗതികേടിലായി പലരും. കോരിച്ചൊരിയുന്ന മഴയത്ത് തിരക്കേറിയ റോഡിൽ സമരക്കാർ എത്തും മുൻപേ ഇത്തരത്തിൽ മണിക്കൂറുകളോളം റോഡടച്ചു കെട്ടി സഞ്ചാര സ്വാതന്ത്ര്യം ഇല്ലാതാക്കിയ പോലീസിന്റെ നടപടിക്കെതിരെ അതിരൂക്ഷ വിമർശനമാണ് ഉയരുന്നത്. TCV തൃശൂർ. വടക്കാഞ്ചേരിയിൽ വീട്ടമ്മ ഷോക്കേറ്റ് മരിച്ചു. പുന്നംപറമ്പ് നഗറിൽ സുരേഷിന്റെ ഭാര്യ 41 വയസ്സുള്ള രേണുകയാണ് മരിച്ചത്. ശക്തമായ മഴയിലും തുടർന്നുണ്ടായ ഇടിമിന്നലിനുമിടയ്ക്ക് വീട്ടിൽ ലൈറ്റ് ഓൺ ചെയ്യുമ്പോൾ വാടക വീടിന്റെ പുറകുവശത്തുള്ള ഗ്രില്ലിൽ നിന്നാണ് രേണുകയ്ക്ക് ഷോക്കേറ്റത്. ഷോക്കേറ്റ് രേണുക നിലത്ത് വീണപ്പോൾ സമീപത്ത് കളിക്കുകയായിരുന്ന 10 വയസ്സുകാരിയായ മകൾ ദേവാഞ്ജന ഓടിയെത്തി അമ്മയെ പിടിക്കാൻ ശ്രമിച്ചപ്പോൾ ഷോക്കേറ്റതിനെ തുടർന്ന് കുട്ടി നിലവിളിച്ചു. ഈ നിലവിളി കേട്ട് ഓടിയെത്തിയ നാട്ടുകാർ രേണുകയെ വടക്കാഞ്ചേരി ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ചാവക്കാട് തൊട്ടാപ്പ് ലൈറ്റ് ഹൌസിനു സമീപം കടപ്പുറത്ത് കരക്കടിഞ്ഞ ലോഹനിർമ്മിത പെട്ടി കപ്പലുകളിലെ സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ റൈഫിളുകളിൽ ഉപയോഗിക്കുന്ന തിരകൾ സൂക്ഷിക്കുന്ന പെട്ടിയാണെന്നും ഉപയോഗശേഷം ഉപേക്ഷിച്ചതാകാമെന്നും പോലീസിന്റെ നിഗമനം. ശനിയാഴ്ച രാവിലെയാണ് കരയിൽ നിന്ന് കടലിലേക്ക് വലയെറിഞ്ഞ് മീൻ പിടിക്കുന്ന മത്സ്യത്തൊഴിലാളികൾക്ക് പെട്ടി കിട്ടിയത്. മുനയ്ക്കക്കടവ് തീരദേശ പോലീസിനെ വിവരമറിയിച്ചതിനെ തുടർന്ന് പോലീസ് എത്തി പെട്ടി കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. കടവല്ലൂർ കല്ലുംപുറത്ത് കാണാതായ യുവാവിനെ കിണറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. കല്ലുംപുറം ചാലിശ്ശേരി റോഡിൽ മേനോത്ത് വളപ്പിൽ ഷാജിയുടെ മകൻ 20 വയസ്സുള്ള അഫ്താബാണ് മരിച്ചത്. കല്ലുംപുറം ചെഗുവേര റോഡിൽ സ്വകാര്യ വ്യക്തിയുടെ ആളൊഴിഞ്ഞ പറമ്പിലെ ഉപയോഗശൂന്യമായ കിണറ്റിലാണ് മൃതദേഹം കണ്ടെത്തിയത്. ബാംഗ്ലൂരിൽ BBAക്ക് പഠിക്കുന്ന അഫ്താബ് അവധിക്ക് വീട്ടിൽ വന്നതാണ്. ഇന്നലെ രാവിലെ മുതലാണ് അഫ്താബിനെ കാണാതായത്. കുന്നംകുളത്ത് നിന്നും അഗ്നിരക്ഷാസേന ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി നാട്ടുകാരുടെ സഹായത്തോടെയാണ് മൃതദേഹം പുറത്തെടുത്തത്. കേരള സംഗീത നാടക അക്കാദമി സംഘടിപ്പിക്കുന്ന സംസ്ഥാന പ്രൊഫഷണൽ നാടക മത്സരത്തിന് തൃശൂരിൽ തുടക്കമായി. അക്കാദമി റീജിയണൽ തിയേറ്ററിൽ 5 ദിവസങ്ങളിലായി നടക്കുന്ന മത്സരത്തിൽ 10 നാടകങ്ങളാണ് അരങ്ങേറുന്നത്. ആദ്യ അവതരണമായി കോഴിക്കോട് രംഗഭാഷയുടെ മിഠായിത്തെരുവ് എന്ന നാടകം അരങ്ങിലെത്തി. വൈകിട്ട് ആലപ്പുഴയിൽ നിന്നുള്ള കൊച്ചിൻ ചന്ദ്രകാന്തയുടെ ഉത്തമന്റെ സങ്കീർത്തനം എന്ന നാടകം അരങ്ങിലെത്തും. രാജീവൻ മമ്മിളിയാണ് ഇരു നാടകങ്ങളുടെയും സംവിധാനം നിർവഹിച്ചിരിക്കുന്നത്. സംഗീത നാടക അക്കാദമി ചെയർമാൻ മട്ടന്നൂർ ശങ്കരൻകുട്ടി നാടക മത്സരം ഉദ്ഘാടനം ചെയ്തു. ജൂറി ചെയർമാൻ ഡോക്ടർ ഷിബു എസ് കൊട്ടാരം അധ്യക്ഷത വഹിച്ചു. അക്കാദമി സെക്രട്ടറി കരുവള്ളൂർ മുരളി, അക്കാദമി നിർവാഹക സമിതി അംഗം സഹീർ അലി, പ്രോഗ്രാം ഓഫീസർ VK അനിൽകുമാർ എന്നിവർ പങ്കെടുത്തു. ദിവസവും രാവിലെ 10:30 വൈകിട്ട് 6 2 അവതരണങ്ങളാണ് നടക്കുക. പ്രവേശനം സൗജന്യമാണ്. മത്സരം 30 സമാപിക്കും. ഗുരുവായൂർ പെരുന്തട്ട ശിവക്ഷേത്രത്തിന് മുന്നിലെ കരിങ്കൽ ദീപസ്തംഭവും കോൺക്രീറ്റിൽ ഉറപ്പിച്ച ഭണ്ഡാരവും കാറിടിച്ച് തകർന്നു. നടപ്പുരയ്ക്കും സുരക്ഷാ വേലിക്കും കേടുപറ്റി. ഇന്ന് പുലർച്ചെ 3:30 അപകടം. മന്ദലംകുന്ന് പാപ്പാളി സ്വദേശി ഇർഫാനും കുടുംബവും റെയിൽവേ സ്റ്റേഷനിലെത്തി തിരികെ പോകുന്നതിനിടയിലാണ് അപകടം. മഴയത്ത് റോഡിലെ കുഴി മറികടക്കാൻ ശ്രമിക്കുന്നതിനിടെ കാർ നിയന്ത്രണം വിടുകയായിരുന്നുവെന്ന് യാത്രക്കാർ പറഞ്ഞു. അപകടത്തിൽ കാറിന്റെ മുൻവശം തകർന്നു. ഇരുമ്പിന്റെ സുരക്ഷാ വേലിയിൽ കുടുങ്ങിക്കിടന്ന കാർ പിന്നീട് ക്രെയിൻ ഉപയോഗിച്ച് നീക്കി.
തൊഴിലാളികളെ മറന്നുകൊണ്ടുള്ള ഇടതു സർക്കാരിന്റെ ആഡംബര ആഘോഷങ്ങൾ പ്രതിഷേധാർഹമാണെന്ന് INTUC ജില്ലാ പ്രസിഡന്റ് സുന്ദരൻ കുന്നത്തുള്ളി. കേരള പ്രദേശ് ആശാ വർക്കേഴ്സ് കോൺഗ്രസ് INTUC തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആരോഗ്യ കേരളം തൃശൂർ DPM ഓഫീസിന് സമീപം നടന്ന ധർണ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. തൊഴിലാളികളുടെ അവകാശങ്ങൾ ചവിട്ടിമെതിച്ചുകൊണ്ടാണ് പിണറായി സർക്കാർ മുന്നോട്ടു പോകുന്നതെന്നും വനിതാ ജീവനക്കാർ ഉൾപ്പെടെയുള്ള തൊഴിലാളി വർഗത്തോട് സർക്കാർ കാണിക്കുന്ന വഞ്ചനാപരമായ നിലപാടുകൾക്കെതിരെ ശക്തമായ പ്രക്ഷോഭ പരിപാടികൾക്ക് INTUC നേതൃത്വം നൽകുമെന്നും അദ്ദേഹം പറഞ്ഞു. കേരള പ്രദേശ് ആശാ വർക്കേഴ്സ് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ശകുന്തള സജീവ് അധ്യക്ഷത വഹിച്ചു. INTUC ജില്ലാ വൈസ് പ്രസിഡന്റ് KN നാരായണൻ, ജില്ലാ സെക്രട്ടറി വിദ്യ രമേശ്, ജില്ലാ ട്രഷറർ വിജിനി ഗോപി, KV സുമാഗിരിജൻ, R രജനി, ജ്ഞാനേശ്വരി തുടങ്ങിയവർ സംസാരിച്ചു. കുർമാലിപ്പുഴയിലെ കുണ്ടുക്കടവിൽ പുഴയോരം വ്യാപകമായി ഇടിയുന്നു. പുഴയിൽ കൂട്ടിയിട്ട മണ്ണ് മാറ്റാത്തതിനാൽ പുഴ കരകവിഞ്ഞൊഴുകുന്നതാണ് പുഴയോരം ഇടിയാൻ കാരണമെന്ന് ശാസ്ത്ര സാഹിത്യ പരിഷത്ത് ചൂണ്ടിക്കാട്ടി. ശക്തമായ മഴയിൽ പുഴയിലെ താൽക്കാലിക മൺചിറകൾ പൊട്ടിയതും ജലനിരപ്പ് ഉയരാൻ കാരണമായി. പുഴയോരത്തെ കരിങ്കൽക്കെട്ട് ഉൾപ്പെടെ സ്വകാര്യ വ്യക്തികളുടെ സ്ഥലവും പുഴയിലേക്ക് പതിക്കുമെന്ന നിലയിലാണ്. ഇവിടെ കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ കാലത്ത് പാലം പണി എങ്ങനെയായിരിക്കരുത് എന്നതിന്റെ തെളിവായി ഈ പാലം പണി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഇപ്പൊ നടക്കുന്നത് പുഴയിൽ കൂട്ടിയിട്ട മണ്ണ് അത് നീക്കം ചെയ്യാതെ കൂട്ടിയിട്ട മണ്ണ് മുഴുവൻ കുത്തിയൊലിച്ച് പുഴ ചോന്നൊഴുകയാണ്. അത് ഒരു കാര്യം. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, പാലത്തിന്റെ വടക്ക് ഭാഗത്ത് 30 മീറ്ററുള്ള പുഴ അത് ചുരുങ്ങി 20 മീറ്ററായിട്ട് ചുരുങ്ങുക. പാലത്തിന്റെ കിഴക്കേ കരയില് ഇതിന്റെ പാലത്തിന്റെ സംരക്ഷണ ഭിത്തി തീർത്തിട്ടുള്ള പ്രദേശം ഇടിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ സംരക്ഷണ ഭിത്തി മാത്രമല്ല ഇടിഞ്ഞ് താഴെ പോവാ, ഇതിന്റെ ഭാഗമായിട്ടുള്ള ഈ ഓരത്തുള്ള അലിഞ്ഞു പോകുന്ന കളിമണ്ണുള്ള പള്ളങ്ങളാണ് ഇതുവഴി ഇടിഞ്ഞു പോകാൻ സാധ്യതയുള്ളത്. പുഴയുടെ വീതി കുറഞ്ഞതോടെ 30 മീറ്ററുള്ള പുഴ 20 മീറ്ററായാണ് ഒഴുകുന്നത്. ഇതുമൂലം സമീപത്തെ സ്വകാര്യ വ്യക്തികളുടെ സ്ഥലത്തിലൂടെ പുഴ ഗതിമാറി ഒഴുകുന്ന സ്ഥിതിയാണ്. മഴ കനത്തിട്ടും വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് കൂട്ടിയിട്ട മണ്ണാണ് ഇപ്പോൾ നീക്കുന്നത്. പാലത്തിന്റെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് വലിയ തോതിൽ മണ്ണ് കൂട്ടിയിട്ടിട്ടുണ്ട്. ഇപ്പോൾ പുഴയിൽ കിടക്കുന്ന മണ്ണ് ടിപ്പറിൽ കൊണ്ടുപോയി മറ്റൊരിടത്തേക്ക് നിക്ഷേപിക്കുകയാണ്. എന്നാൽ ഈ മണ്ണ് പാലത്തിന്റെ അപ്രോച്ച് റോഡിന്റെ പണിക്ക് ഉപയോഗിക്കാവുന്നതാണെന്ന് പരിഷത്ത് പ്രവർത്തകർ പറയുന്നു. കാലാവസ്ഥ വ്യതിയാനം മുന്നിൽ കണ്ട് ശാസ്ത്രീയമായുള്ള പാലം പണിയല്ല കുണ്ടുകടവിൽ നടക്കുന്നതെന്ന് ശാസ്ത്ര സാഹിത്യ പരിഷത്ത് ആരോപിച്ചു. TC വിനോസ്, പുതുക്കാട്. കരുവന്നൂർ രാജ കമ്പനിക്കു സമീപത്തെ അപകടകരമായി നിൽക്കുന്ന ആൽമരം മുറിച്ചു നീക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു. കഴിഞ്ഞ ശനിയാഴ്ച ബസ് സ്റ്റോപ്പിന് സമീപമുണ്ടായിരുന്ന ആൽമരത്തിന്റെ വലിയ 2 കൊമ്പുകൾ കനത്ത മഴയിൽ ഒടിഞ്ഞു വീണിരുന്നു. ബസ് സ്റ്റോപ്പിൽ നിന്നിരുന്ന യാത്രികരായ സ്ത്രീകളും ബൈക്ക് യാത്രികനും തലനാരിഴയ്ക്കാണ് രക്ഷപ്പെട്ടത്. അപകടാവസ്ഥയിലുള്ള മരം മുറിച്ചു നീക്കണമെന്ന് അന്ന് തന്നെ പരാതി നൽകിയിരുന്നു. മരച്ചില്ല് മുറിച്ചു നീക്കാൻ ഫയർഫോഴ്സിനെ വിവരമറിയിച്ചെങ്കിലും അവർ സ്ഥലത്തെത്തി പരിശോധന നടത്തി ഗതാഗത തടസ്സമുള്ള രീതിയിൽ വീണ മരങ്ങൾ മാത്രമേ മുറിക്കാൻ സാധിക്കൂ എന്ന് അറിയിച്ചു മടങ്ങിപ്പോവുകയായിരുന്നു. പഞ്ചായത്ത് അധികൃതർ പൊതുമരാമത്ത് അധികൃതരെ ബന്ധപ്പെട്ടപ്പോൾ പ്രാദേശികമായി മരം മുറിക്കുന്നവരെ കണ്ടെത്തി മുറിച്ചു നീക്കാനാണ് നിർദ്ദേശം നൽകിയത്. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് വടക്കാഞ്ചേരി കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇറിഗേഷൻ ഓഫീസിലേക്ക് മാർച്ച് നടത്തി. വടക്കാഞ്ചേരി പുഴ നവീകരണം ഉടൻ പൂർത്തിയാക്കുക, പുഴയിലെ മണ്ണ് പൂർണ്ണമായി നീക്കുക, മനുഷ്യനിർമ്മിത പ്രളയത്തിൽ നിന്ന് ജനങ്ങളെ രക്ഷിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് നടത്തിയ മാർച്ച് KPCC സെക്രട്ടറി രാജേന്ദ്രൻ അരങ്ങത്ത് ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് MH ഷാനവാസ് അധ്യക്ഷത വഹിച്ചു. നേതാക്കളായ ബുഷറ റഷീദ്, PN വൈശാഖ്, CA ശങ്കരൻകുട്ടി, സിന്ധു സുബ്രഹ്മണ്യം, KK അബൂബക്കർ തുടങ്ങിയവർ സംസാരിച്ചു. വാടാനപ്പള്ളി ദേശീയപാതയിൽ വെള്ളക്കെട്ട് രൂക്ഷം. വെള്ളക്കെട്ടിനെതിരെ യൂത്ത് കോൺഗ്രസ് ചങ്ങാടമിറക്കിയും പേപ്പർ വഞ്ചികൾ ഒഴുക്കിയും മീൻ പിടിച്ചും പ്രതിഷേധിച്ചു. യൂത്ത് കോൺഗ്രസ് മണലൂർ നിയോജക മണ്ഡലം പ്രസിഡന്റ് മഹേഷ് കാർത്തികേയൻ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് ഇൻചാർജ് സനീഷ് അധ്യക്ഷത വഹിച്ചു. DCC സെക്രട്ടറി CM നൌഷാദ്, മണലൂർ ബ്ലോക്ക് പ്രസിഡന്റ് ദീപൻ, യൂത്ത് കോൺഗ്രസ് നേതാക്കളായ റിനാസ് മങ്ങാടൻ, മണ്ഡലം സെക്രട്ടറി ഫാസിൽ നബീൽ വാടാനപ്പള്ളി തുടങ്ങിയവർ സംസാരിച്ചു. പഞ്ചായത്തിലെ 12ഉം 13ഉം വാർഡുകൾ പങ്കെടുക്കുന്ന ഒരു ഭാഗത്തെ നാഷണൽ ഹൈവേ ആണ് കണ്ടുകൊണ്ടിരിക്കുന്നത്.
കോൺഗ്രസ് കയ്പമംഗലം മണ്ഡലം 15-ാം വാർഡ് കമ്മിറ്റി മഹാത്മാഗാന്ധി കുടുംബ സംഗമം നടത്തി. മുൻ MP TN പ്രതാപൻ ഉദ്ഘാടനം ചെയ്തു. വാർഡ് മെമ്പർ PK സുകന്യ അധ്യക്ഷത വഹിച്ചു. നേതാക്കളായ സുനിൽ P മേനോൻ, KF ഡൊമിനിക്, PMA ജബ്ബാർ, PT രാമചന്ദ്രൻ, KV അബ്ദുൾ മജീദ് എന്നിവർ സംസാരിച്ചു. രാജൻ കോഴിപ്പറമ്പിൽ, സഹദേവൻ ദിവാകരൻ കോഴിപ്പറമ്പിൽ, മോഹൻ അതുല്യ TS, ശ്രീകൃഷ്ണ, അഞ്ജന ലക്ഷ്മി. കേരകൃഷി സംരക്ഷണത്തിനായി ലോകബാങ്ക് നൽകിയ 139 കോടി രൂപ വകമാറ്റി ചെലവഴിക്കാനുള്ള സർക്കാർ തീരുമാനത്തിനെതിരെയും നെൽകർഷകരോട് സർക്കാർ കാണിക്കുന്ന കടുത്ത അവഗണനയ്ക്കെതിരെയും കർഷക കോൺഗ്രസ് എരുമപ്പെട്ടി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ എരുമപ്പെട്ടി കൃഷിഭവന് മുൻപിൽ ധർണ നടത്തി. ജില്ലാ വൈസ് പ്രസിഡന്റ് TK ദേവസി ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് MS സുധീഷ് അധ്യക്ഷനായി. UDF നിയോജക മണ്ഡലം കൺവീനർ അമ്പലപ്പാട്ട് മണികണ്ഠൻ, സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി MO ചാക്കോച്ചൻ, സംസ്ഥാന കമ്മിറ്റി അംഗം TN നമ്പീശൻ, കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് MM നിഷാദ് എന്നിവർ സംസാരിച്ചു. വേനലവധി കഴിഞ്ഞ് സ്കൂൾ തുറക്കുന്നതിന്റെ ഭാഗമായി ഇടം സാംസ്കാരിക വേദിയുടെ നേതൃത്വത്തിൽ എരുമപ്പെട്ടി ഗവൺമെന്റ് LP സ്കൂളിൽ ശുചീകരണം നടത്തി. പ്രസിഡന്റ് EK മിനി, സെക്രട്ടറി ഷൌക്കത്ത് കടങ്ങോട്, ശുചീകരണ പ്രവർത്തനങ്ങളുടെ കൺവീനർ റഷീദ് എരുമപ്പെട്ടി എന്നിവർ നേതൃത്വം നൽകി. വൈസ് പ്രസിഡന്റ്മാരായ അക്ബർ അലി, KR രാധിക, എക്സിക്യൂട്ടീവ് അംഗങ്ങളായ ഫരീദ് അലി, ജയൻ കടങ്ങോട്, ഷീജ റെന്നി തുടങ്ങിയവർ പങ്കാളികളായി. റോഡിന്റെ ശോചനീയാവസ്ഥയിൽ പ്രതിഷേധിച്ച് തൃപ്രയാർ സെന്റർ ബസ് സ്റ്റോപ്പിലെ കുഴിയിൽ വാഴ നട്ട് കോൺഗ്രസ് നാട്ടിക മണ്ഡലം കമ്മിറ്റിയുടെ പ്രതിഷേധം. DCC ജനറൽ സെക്രട്ടറി അനിൽ പുളിക്കൽ പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്തു. കോൺഗ്രസ് നാട്ടിക മണ്ഡലം പ്രസിഡന്റ് PM സിദ്ദിഖ് അധ്യക്ഷത വഹിച്ചു. നാട്ടിക ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് CG അജിത് കുമാർ, മഹിളാ കോൺഗ്രസ് നാട്ടിക ബ്ലോക്ക് പ്രസിഡന്റ് P വിനു, MN സിദ്ധപ്രസാദ്, ബിന്ദു പ്രദീപ്, ദളിത് കോൺഗ്രസ് നാട്ടിക ബ്ലോക്ക് പ്രസിഡന്റ് KV സുകുമാരൻ തുടങ്ങിയവർ സംസാരിച്ചു. എരുമപ്പെട്ടി കുട്ടഞ്ചേരി യുവജന കലാവേദി ജനകീയ വായനശാലയുടെ പ്രവർത്തന ഉദ്ഘാടനം K രാധാകൃഷ്ണൻ MP നിർവഹിച്ചു. വായനശാല പ്രസിഡന്റ് സോമൻ കളരിക്കൽ അധ്യക്ഷനായി. കേരള സംഗീത നാടക അക്കാദമി അവാർഡ് ജേതാവ് കലാഭവൻ സലീം, ജില്ലാ പഞ്ചായത്ത് അംഗം ജലീൽ ആദൂർ, വായനശാല രക്ഷാധികാരി ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ഡോക്ടർ VC ബിനോജ്, വാർഡ് മെമ്പർ സ്വപ്ന പ്രദീപ് തുടങ്ങിയവർ സംസാരിച്ചു. വിവിധ പരീക്ഷാ വിജയികളെ അനുമോദിച്ചു. നാടക പ്രവർത്തകൻ അഖിലേഷ് തയ്യൂരിന്റെ ലഹരി വിരുദ്ധ നാടകം ഫേസ് അരങ്ങേറി. കുച്ചിപ്പുടിയുണ്ട്, ഭരതനാട്യമുണ്ട്, മോഹിനിയാട്ടമുണ്ട്. ചില കലോത്സവങ്ങൾ നടക്കുമ്പോഴേ സമ്മാനം കിട്ടാത്ത കുട്ടികളുടെ പാരന്റ്സിന്റെ കരാട്ടയുണ്ട്, കുംഫുണ്ട്, കളരിയുണ്ട്. എങ്ങനെയുണ്ട്? കടങ്ങോട് 8-ാം വാർഡ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സേവാ സമിതിയുടെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികൾക്ക് പഠനോപകരണ വിതരണം നടത്തി. BJP തൃശൂർ നോർത്ത് ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് നിവേദിത സുബ്രഹ്മണ്യം ഉദ്ഘാടനം ചെയ്തു. വാർഡ് മെമ്പർ MV ധനീഷ് അധ്യക്ഷനായി. കുന്നംകുളം റേഞ്ച് എക്സൈസ് ഉദ്യോഗസ്ഥനായ ഗണേശൻ പിള്ള ലഹരി വിരുദ്ധ ബോധവൽക്കരണം നടത്തി. വെള്ളറക്കാട് വിവേകസാഗരം UP സ്കൂൾ പ്രധാന അധ്യാപിക വിജയശ്രീ, നവീൻ, കൃഷ്ണപ്രസാദ്, ശരത്, ദിലീപ് എന്നിവർ സംസാരിച്ചു. എപ്പോഴും ലഹരിയാണ് പ്രധാന ഘടകം. ഉദയനഗർ കെൽട്രോൺ യൂണിറ്റ് DYFI ബാലസംഘം SFI പഠനോത്സവത്തിന്റെ ഭാഗമായി SSLC +2 വിജയികളെ അനുമോദിച്ചു. സേവ്യർ ചിറ്റിലപ്പള്ളി MLA ഉദ്ഘാടനം ചെയ്തു. അധ്യക്ഷനായി മേഖലാ സെക്രട്ടറി അനുദാസ്, ബാലസംഘം ഏരിയ കോർഡിനേറ്റർ സജീവൻ, മുളകുൽത്തുകാവ് സെക്രട്ടറി PG ജയപ്രകാശ് തുടങ്ങിയവർ സംസാരിച്ചു. അനാഥത്വത്തിന്റെ തോരാമഴയിൽ കഴിഞ്ഞിരുന്ന വയോധികന് ആശ്രയത്തിന്റെ കുടയുമായി തെരുവോരം മുരുകനും സംഘവും. കൊടുങ്ങല്ലൂരിലെ അഴീക്കോട് കടപ്പുറത്തും കടത്തിണ്ണകളിലും കാലങ്ങളായി കഴിഞ്ഞുവന്നിരുന്ന വേണു എന്ന വയോധികന് ബന്ധുക്കൾ എന്ന പോലെ ഓർമ്മയും കൂട്ടിനില്ല. 50 വർഷത്തിലേറെയായി നാട്ടുകാർക്ക് സുപരിചിതനായ വേണു ആർക്കും ഉപദ്രവമില്ലാതെ തെരുവിൽ കഴിയുകയായിരുന്നു. മുൻപൊരിക്കലുണ്ടായ വാഹനാപകടത്തിൽ തലയ്ക്ക് മുറിവേറ്റതിന്റെ തുന്നിക്കെട്ടലുമായാണ് വേണുവിന്റെ അലച്ചിൽ. വേണുവിനെ ഏറ്റെടുക്കാൻ ബന്ധുക്കൾ തയ്യാറാക്കാത്ത സാഹചര്യത്തിൽ
കൊടുങ്ങല്ലൂർ ഡിവൈഎസ്പി വി കെ രാജു ഇക്കാര്യം മുരുകന്റെ ശ്രദ്ധയിൽപ്പെടുത്തുകയായിരുന്നു. അഴീക്കോട് കടപ്പുറത്തു നിന്നും വേണുവിനെ കണ്ടെത്തിയ മുരുകൻ മുടിവെട്ടി കുളിപ്പിച്ച് വൃത്തിയുള്ള വസ്ത്രങ്ങളും വയറു നിറയെ ഭക്ഷണവും നൽകി വയോധികനെ ഏറ്റെടുത്തു. TCV ന്യൂസ് കൊടുങ്ങല്ലൂർ. സംസ്ഥാനത്തെ അഭ്യസ്ത വിദ്യരുടെ തൊഴിലില്ലായ്മ പരിഹരിക്കുന്നതിന് സർക്കാർ വിവിധ പരിപാടികൾ ഒരുക്കിയിട്ടുണ്ടെന്ന് മന്ത്രി ആർ ബിന്ദു. ഇതിനകം 7.5 ലക്ഷം ഉദ്യോഗാർത്ഥികൾക്ക് തൊഴിൽ നൽകാൻ ഈ സർക്കാരിന്റെ കാലത്ത് കഴിഞ്ഞുവെന്നും മന്ത്രി പറഞ്ഞു. 1/4 ലക്ഷം തൊഴിലവസരങ്ങൾ ഒരുക്കി തൃശൂർ കോർപ്പറേഷൻ 2 ദിവസങ്ങളിലായി നടത്തുന്ന തൊഴിൽപൂരം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. കാൽഡിയൻ സ്കൂളിൽ നടക്കുന്ന തൊഴിൽപൂരത്തിന്റെ ഉദ്ഘാടന ചടങ്ങിൽ മേയർ MK വർഗീസ് അധ്യക്ഷത വഹിച്ചു. തൊഴിലിന്റെ പേരിൽ നിരവധി ആളുകൾ വഞ്ചിക്കപ്പെടുന്ന സാഹചര്യത്തിലാണ് ഇത്തരം ഒരു തൊഴിൽമേള സംഘടിപ്പിക്കാൻ ഇടയാക്കിയതെന്നും വിദേശത്തു നിന്നുള്ള തൊഴിൽ ദാതാക്കളെ കൂടി കൊണ്ടുവരുവാനുള്ള ശ്രമങ്ങളാണ് നടന്നുവരുന്നതെന്നും മേയർ MK വർഗീസ് പറഞ്ഞു. സംസ്ഥാന പ്ലാനിംഗ് ബോർഡ് അംഗം ഡോക്ടർ ജിജു P. അലക്സ് വിശിഷ്ടാതിഥിയായിരുന്നു. ഡെപ്യൂട്ടി മേയർ ML റോസി, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വർഗീസ് ഖണ്ടംകുളത്തി, കാൽഡിയൻ സിറിയൻ ഹയർ സെക്കൻഡറി സ്കൂൾ കോപ്പറേറ്റീവ് മാനേജർ സിസ്റ്റർ ജിൻസി, ജില്ലാ മിഷൻ കോർഡിനേറ്റർ KV ജ്യോതിഷ് കുമാർ, കോർപ്പറേഷൻ സെക്രട്ടറി VP ഷിബു തുടങ്ങിയവർ സംസാരിച്ചു. രാവിലെ മുതൽ ആരംഭിച്ച തൊഴിൽപൂരത്തിൽ L&T അപ്പോളോ, MRF മണപ്പുറം ഉൾപ്പെടെയുള്ള 75ഓളം സ്ഥാപനങ്ങൾ ഭാഗമാകുന്നുണ്ട്. മഴ കാരണം ആദ്യ ദിനം ഉദ്യോഗാർത്ഥികളുടെ എണ്ണം കുറവായിരുന്നുവെങ്കിലും അടുത്ത ദിവസം കൂടുതൽ പേർ എത്തുമെന്ന് പ്രതീക്ഷയിലാണ് സംഘാടകർ. TCV ന്യൂസ് തൃശൂർ. എടത്തിരുത്തി സ്നേഹസംഗമം കൂട്ടുകുടുംബം പഠനോപകരണ വിതരണവും അനുമോദന ചടങ്ങും സംഘടിപ്പിച്ചു. എഴുത്തുകാരൻ ബാപ്പു വലപ്പാട് ഉദ്ഘാടനം ചെയ്തു. സംഗമം പ്രസിഡന്റ് NK സുരേന്ദ്രൻ അധ്യക്ഷനായി. രക്ഷാധികാരി PK ഷാജു, കലാസാംസ്കാരിക പ്രവർത്തകൻ RI സക്കറിയ, വസന്തകുമാരി, ഗായിക സംഗീത കൃഷ്ണൻ, പഞ്ചായത്ത് അംഗം VV ജയൻ, അബ്ദുൾ അസീസ് തളിക്കുളം തുടങ്ങിയവർ സംസാരിച്ചു. മാള SNDP യോഗം പൂപ്പത്തി ശാഖയിലെ കുമാരനാശാൻ കുടുംബ യൂണിറ്റ് വാർഷികാഘോഷം യൂണിയൻ സെക്രട്ടറി CD ശ്രീലാൽ ഉദ്ഘാടനം ചെയ്തു. ശാഖ പ്രസിഡന്റ് MK കൃഷ്ണദാസ് അധ്യക്ഷനായി. വസന്തകുമാരി വേണുഗോപാൽ ക്ലാസ് എടുത്തു. ശാഖ സെക്രട്ടറി PP രാജൻ, TR ഉണ്ണികൃഷ്ണൻ, ഇന്ദിര സുബ്രഹ്മണ്യൻ, രമ മണികണ്ഠൻ, പ്രീതി സജീവ്, PM രാധാകൃഷ്ണൻ, വിദ്യാധരൻ പനങ്ങാട് എന്നിവർ സംസാരിച്ചു. CPI മറ്റത്തൂർ ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മഴക്കാലപൂർവ്വ ശുചീകരണവും അലങ്കാര ചെടികളുടെ നടീലും സംഘടിപ്പിച്ചു. കൊടകര വെള്ളിക്കുളങ്ങര റൂട്ടിലെ കുഴിക്കാണിയിൽ റോഡിന് ഇരുവശങ്ങളിലും ഇരുചക്രവാഹന യാത്രക്കാർക്കും കാൽനടക്കാർക്കും തടസ്സമായി വളർന്നു നിന്നിരുന്ന കുറ്റിക്കാട് പ്രവർത്തകർ വെട്ടിനീക്കി. പാതയോരങ്ങളിൽ അലങ്കാര ചെടികൾ നട്ടുപിടിപ്പിക്കുകയും ചെയ്തു. ശുചീകരണ പരിപാടി CPI പുതുക്കാട് മണ്ഡലം സെക്രട്ടറി PK ശേഖരൻ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം അസിസ്റ്റന്റ് സെക്രട്ടറി CU പ്രിയൻ, മറ്റത്തൂർ ലോക്കൽ സെക്രട്ടറി VS ശ്രീജിത്ത്, അസിസ്റ്റന്റ് സെക്രട്ടറി VR കണ്ണൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. ഇന്നത്തെ സ്വർണം വെള്ളി പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. സ്വർണം ഗ്രാമിന് 8,990 രൂപ, പവന് 71,920 രൂപ, വെള്ളി ഗ്രാമിന് 110 രൂപ, പ്ലാറ്റിനം ഗ്രാമിന് 3,728 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. പ്രധാന വാർത്തകൾ വീണ്ടും. കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസിൽ ED കുറ്റപത്രം സമർപ്പിച്ചു. CPM മുൻ ജില്ലാ സെക്രട്ടറിമാരായ MM വർഗീസ്, AC മൊയ്തീൻ, K രാധാകൃഷ്ണൻ MP എന്നിവരും പ്രതികൾ. അനീതി നിറഞ്ഞതും രാഷ്ട്രീയ പ്രേരിതവുമായ കുറ്റപത്രമാണ് ED കോടതിയിൽ സമർപ്പിച്ചതെന്ന് CPM ജില്ലാ സെക്രട്ടറി KV അബ്ദുൾ ഖാദർ. ജില്ലയിൽ മഴയിൽ പരക്കെ നാശം. തൃശൂർ ഗുരുവായൂർ പാതയിൽ റെയിൽവേ ട്രാക്കിൽ വൈദ്യുതി ലൈനിലേക്ക് മരം വീണു. ഇരിങ്ങാലക്കുടയിൽ വീടിന് മുകളിലേക്ക് മരം വീണ് 2 പേർക്ക് പരിക്ക്. തൃശൂർ നഗരത്തിൽ കാലപ്പഴക്കം ചെന്ന കെട്ടിടം ഇടിഞ്ഞു വീണു. ചാവക്കാട് തുടർച്ചയായ 2ാം ദിവസവും കടൽക്ഷോഭം രൂക്ഷം. ജില്ലയിൽ വീണ്ടും ചുഴലി. മാളയെയും ചാലക്കുടിയെയും വിറപ്പിച്ചാണ് ചുഴലിക്കാറ്റ് ആഞ്ഞുവീശിയത്. ശക്തമായ വെള്ളപ്പാച്ചിലിൽ കിഴുപ്പുള്ളിക്കരയിലെ മുനയം ബണ്ട് തകർന്നു. താന്യം കല്ലങ്കരമാട് പ്രദേശത്ത് തീരമിടിയുന്നു. 8 കുടുംബങ്ങൾ ഭീതിയിൽ. കോർപ്പറേഷൻ പരിധിയിലെ തോടുകളുടെയും കാനകളുടെയും ശുചീകരണം പാളി. വെള്ളക്കെട്ട് നേരിടുന്ന പ്രദേശങ്ങളിലെ കോൺഗ്രസ് കൌൺസിലർമാർ കുളവാഴകളും ചണ്ടിയും ചുമന്ന്
മേയറുടെ ചേംബറിലേക്ക് മാർച്ച് നടത്തി. ദേശീയപാതയിലെ ഗതാഗതക്കുരുക്ക് പരിഹരിക്കാത്തതിൽ പ്രതിഷേധിച്ച് AIYF സമരരംഗത്ത്. കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിയുടെ ക്യാമ്പ് ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിനു നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.